കൊച്ചി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീയണച്ചു. പ്ലാന്റിൽ ഉണ്ടായിരുന്ന ഫയർഫോഴ്സ് യൂണിറ്റും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്നാണ് തീയണച്ചത്. ബ്രഹ്മപുരത്തെ 1, 6, 7 സെക്ടറുകളിലാണ് തീപിടുത്തമുണ്ടായത്. തീപിടുത്തമുണ്ടായാൽ സുരക്ഷാ സംവിധാനങ്ങൾ പൂർണ്ണ സജ്ജമാണെന്നും കഴിഞ്ഞ വർഷത്തെ സാഹചര്യം ആവർത്തിക്കില്ലെന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടർ VE അബ്ബാസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. അലി അക്ബർ ഷാ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കനത്ത ചൂടായതോടുകൂടി കൊച്ചി ബ്രഹ്മപുരം പ്ലാന്റിൽ ഇന്ന് വീണ്ടും തീ പിടിച്ചിരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ വർഷത്തേതിൽ നിന്നും വിപരീതമായുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത് തീ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ അണയ്ക്കാൻ ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. നമ്മളോടൊപ്പം ചേരുന്നത് ഇവിടുത്തെ ടവർ വാച്ചറായിട്ടുള്ള ബീനയാണ്. ബീന ഈ തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളാണ്. ചേച്ചി, എന്തായിരുന്നു, എവിടെയായിരുന്നു ആദ്യം തീ പിടിച്ചത്? ആദ്യം തീ പിടിക്കുന്ന കിഴക്ക് ഭാഗത്താണ്. ഞാൻ അവിടെ നിന്നുകൊണ്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴുണ്ട് ചെറിയ രൂപത്തിലാണ് അത്. പുക വന്നപ്പോഴത്തേക്ക് ഞാൻ ഇൻഫർമേഷൻ കൊടുത്തു. അപ്പം ഇവിടെ 2-3 ഫയർഫോഴ്സ് നിയമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെ വിളിച്ചു. അവർ വന്ന് അന്നേരം തന്നെ അത് അണച്ചു. വലിയ തീയായിട്ടില്ല എങ്കിൽ അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു ഭാഗത്ത് 2 ചെറിയ രൂപത്തിൽ അത് ഇൻഫർമേഷൻ കൊടുത്തു. പക്ഷെ അപ്പോഴത്തേക്ക് അവിടം വരെ എല്ലാ സജ്ജീകരണവും ഒപ്പിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ പെട്ടെന്ന് അണയ്ക്കാനുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. പെട്ടെന്ന് തന്നെ അത് അണയ്ക്കുകയും ചെയ്ത് പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഈ ബ്രഹ്മപുരം പ്ലാന്റിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ ഈ കാണുന്ന ഭാഗത്തേക്കൊന്നും നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്ത് പോലും അടുക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. ഈ പ്രദേശമാകെ കത്തി അമരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഏകദേശം ഒരാഴ്ച കാലത്തോളം കൊച്ചിയിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായ ഒരു സാഹചര്യം, ശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യം, ചെറിയ കുട്ടികൾക്കും പ്രായമായവർക്കും ഒക്കെ വലിയ രീതിയിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എന്ന് നമ്മൾ പറയുന്നത്, ഈ തീപിടുത്തം ഉണ്ടായി ചുരുങ്ങിയ സമയം മാത്രമാണ് അത് അണയ്ക്കാൻ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി വന്നത്. തീ പിടിച്ച സമയത്ത് തന്നെ ഇവിടെ ഒരു ഫയർ യൂണിറ്റ് ബ്രഹ്മപുരത്തുണ്ടായിരുന്നു. ആ ഫയർ യൂണിറ്റ് ആദ്യഘട്ടത്തിൽ തന്നെ തീ അണയ്ക്കാൻ ശ്രമിച്ചു. പിന്നീട് 4 ഫയർ യൂണിറ്റ് കൂടി ബ്രഹ്മപുരത്തേക്ക് എത്തി. അങ്ങനെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ തീ അണയ്ക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. 8 സെഗ്മെന്റായിട്ട് മാറ്റിയിട്ട് 8 സെഗ്മെന്റിന്റെ ഇടയിൽ കൂടെയും വഴികൾ രൂപീകരിച്ചു. ആ വഴികളിലൂടെ എല്ലാം എവിടെ ഫയർ ഉണ്ടായാലും ഫയർ വാഹനം അവിടെ എത്താൻ പാകത്തിന് നമ്മൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും നനയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന് ചുറ്റുമുള്ള വെള്ളത്തിന്റെ അവൈലബിലിറ്റി ഉള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് ആവശ്യത്തിന് വെള്ളം എപ്പോഴും ലഭ്യമാക്കാൻ പാകത്തിന് കടമ്പറയാറും ചിത്രപ്പുഴയും ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുക. ആവശ്യത്തിന് വെള്ളം എപ്പോഴും ലഭ്യമാക്കുന്നതിന് പമ്പുകളിൽ അടിക്കാൻ പാകത്തിന് എപ്പോഴും നമ്മൾ റെഡിയാണ്. 25 പേര് വാച്ചർമാരുണ്ട്. എവിടെ എന്ത് സംഭവിച്ചാലും അപ്പം തന്നെ അറിയാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ നമ്മുടെ വാച്ച് ടവറിൽ 24 മണിക്കൂർ ആളുണ്ട്. ഈ വാച്ച് ടവറിന്റെ മുകളിൽ നോക്കിയാൽ ഈ ബ്രഹ്മപുരം പ്ലാന്റ് മുഴുവൻ കാണാം. ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും തീയോ പുകയോ ഉണ്ടായാൽ തന്നെ അപ്പം തന്നെ അറിയിക്കാനും സംവിധാനമുണ്ട്. അതുപോലെ എല്ലാ തരത്തിലും സുരക്ഷാ ഉദ്യോഗസ്ഥരായിക്കോട്ടെ, അതുപോലെ ഫയർ യൂണിറ്റ് ആയിക്കോട്ടെ, ഈ വെള്ളം എത്താതിരുന്ന, കഴിഞ്ഞ വർഷങ്ങളിൽ വെള്ളം എത്തിക്കാൻ ബുദ്ധിമുട്ടിയ ഭാഗങ്ങളിലേക്ക് വെള്ളം പെട്ടെന്ന് എത്തിക്കാനായി വഴി ഉണ്ടാക്കുക, അത്തരത്തിലുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇവിടെ നടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം മന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ള ആളുകൾ, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ബ്രഹ്മപുരത്ത് സന്ദർശനം നടത്തിയിരുന്നു. ഈ ചൂട് കൂടുന്ന പശ്ചാത്തലത്തിൽ ഇനിയൊരു ബ്രഹ്മപുരം ആവർത്തിക്കരുത് എന്നതായിരുന്നു അന്ന് പി രാജീവ് നമ്മളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയിട്ടുണ്ട് എന്നത് തന്നെയാണ് ഇന്നത്തെ ഈ സംഭവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.